ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ലേഡ് കൊണ്ട് ഒരു യെല്ലോ ബോ ആണ്. അപ്പം ഇങ്ങനെ തുടങ്ങലാ കോലമ്മൻ്റെ നോക്കണ്ട, കുളി കഴിഞ്ഞാലുള്ള ചുരുണ്ട് മുടിക്കാരുടെ അവസ്ഥയാണ്. അങ്ങനെ നമ്മളിത് യെല്ലോ എന്താണോ എല്ലാവരും യെല്ലോ സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ബോ വലുത് അതും യെല്ലോ ആയിരുന്നു. പക്ഷേ ഇതൊരു മെഹന്തി ഫങ്ഷൻ ആയത് കാരണമായിരിക്കാം അവർ യെല്ലോ തന്നെ, അവരല്ല വേറെ കസ്റ്റമർ ആയിരുന്നു അതിൻ്റെ തന്നെ ചെറുത്. അത് നമ്മൾ ബണ്ണായി യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതിൽ അവർ സ്ലൈഡായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ല യൂസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിത് അതിൽ നമ്മൾ എനിക്ക് തോന്നണത് 112 ചെയിനോളം എത്ര അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത്രയും വലിയ ബോ നമുക്ക് ചെയ്തത്. ഇത് ജസ്റ്റ് 63. പക്ഷേ ആ പാറ്റേണും ഈ പാറ്റേണും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എനിക്ക്. മറ്റേത് ഞാൻ തുന്നി തുന്നി എൻ്റെ എൻ്റെ കൈയിൻ്റെ നടുക്ക് തീർന്നു. സോറി. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിത് തുന്നി ആദ്യമായിട്ട് കുറച്ച് വലിപ്പം, പിന്നെ കുറച്ച് വലിപ്പം, കുറേ അങ്ങനെയാട്ടെ ഈ സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ കഴിയുമ്പോൾ എൻ്റെ പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറും. കാരണം ഒറ്റയിരിപ്പനിരിക്കുമ്പോൾ നമുക്ക് തന്നെ മടുപ്പായില്ലേ. പിന്നെ ക്രോഷ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ മൈൻഡിൽ ഫുള്ളും അത് തന്നെയായിരിക്കും. 24 മണിക്കൂർ നമ്മൾ കൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് 2 ജിറാഫും കൂടി ഉണ്ടാക്കേണ്ട സംഭവം അതിൻ്റെ മടി കൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാണ്ടിരിക്കുന്നതാണ്. കാരണം അത് കുറച്ച് പണിയുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും എളുപ്പം കഴിഞ്ഞ ഒരു ഇതായിരുന്നു കേട്ടോ ബോ. അതായത് ബിഗ് ബോയ് ആയാലും അത്യാവശ്യം എനിക്ക് എടുക്കേണ്ട വന്നു. ഇത് ഞാൻ വെറും 5-10 മിനിറ്റ് കൊണ്ട്, ചിലപ്പോൾ ഞാൻ ചെയ്ത് എക്സ്പേർട്ട് അതിൻ്റെ സ്പീഡ് കൂടുവേണ്ടി ആയിരിക്കാം, അറിയത്തില്ല. എന്നാലും ഈ പാറ്റേൺ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടാണ്. മറ്റേക്കാളും ഒന്നും കൂടിയും ക്യൂട്ടായിട്ട് തോന്നിയതും ഈ ബോ തന്നെയായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞ് സ്റ്റിച്ചോളും ചെയിനോളും കാണണമെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് തന്നെ വേണ്ടി വരും. എൻ്റെ സൂക്ഷ്മദർശിനി വെച്ച കണ്ണട വെച്ച് നോക്കിയിട്ട് വരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുത്തിയിട്ടൊക്കെ ആയിരുന്നു ഓരോ ചെയിൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടായിരുന്നത്. വലിയ പോർഷൻ വരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ചെറിയ ചെയിനുള്ള പോർഷൻ വരുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എനിവേ എൻ്റെ ബോ ഞാൻ നിലത്ത് കൃത്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ കുറച്ച് നേരം കസേരയിലിരിക്കും, കുറച്ച് നേരം കട്ടിലിരിക്കും. മെയിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് കേട്ടോ കുറേ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇരുന്ന് ഉപ്പാരളക്കിയപ്പോൾ ഞാൻ ചാരിയിട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കിടന്നിട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പല പൊസിഷനുകളിൽ ഇരുന്ന് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു ഇതധികം നേരം എനിക്ക് ഇരിക്കേണ്ട വന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ വേഗം ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ പോലെ സ്റ്റിച്ചസോളം സ്പീഡ് നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിൻ്റെ ലാഗ് നമുക്കുണ്ടാവുക. നല്ല സ്റ്റിച്ചസോൾ ചെയ്യാൻ അത്രയും സ്പീഡ് നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ പാറ്റേൺ ആയാലും നമുക്ക് വേഗം ചെയ്ത് തീർക്കട്ടോ. ഇത്രയും വീതിയായിട്ടാണ് ഞാൻ എടുത്തേക്കണത്. ഇതിലും ചെറുത് വേണമെങ്കിൽ നമുക്ക് ചെറുത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്കിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഞാൻ സ്ലേറ്റ് നമ്മൾ പശ വെച്ച് ഒട്ടിക്കട്ടെ ചെയ്ത് കാണുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഷോ ഓഫ് കാണാം. ഇനി വരുന്ന വീഡിയോ ആണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. എല്ലാവരും ചെയ്ത പോലെ ആദ്യം നൂലുകൊണ്ട് എടുത്ത് വെച്ചു, പിന്നെ മറ്റേ സാധനം എടുത്ത് വെച്ചു, ഹുക്ക് വെച്ചു, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഇങ്ങനെ വരും. പക്ഷെ ഇങ്ങനെ വരില്ല, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താലും ഇങ്ങനെ വരുള്ളൂ. ഇത് ഞാൻ അത്യാവശ്യം വലുപ്പമില്ല, കാരണം നമ്മൾ പിക്കിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പം തോന്നും. അതുകൊണ്ടാണ് ഞാനത് തലയിൽ വെച്ച് നോക്കണത്. മുടി നോക്കണ്ട, അത് നമ്മൾ റിലാക്സിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ മുടിയും റിലാക്സേഷൻ ചെയ്ത മുടിയും തമ്മിൽ മിക്സ് ചെയ്ത് വരുന്ന മുടിയാണിത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ബോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.